ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, നമ്മളിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താൻ എളുപ്പമാണ്. എന്നാൽ ചിലത് മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടണമെങ്കിൽ സ്കാനിംഗ് നടത്തണം. പലതരത്തിലുള്ള സ്കാനിംഗ് ഇന്നുണ്ട്. CT, MRI അങ്ങനെ പോകുന്നു. ഒരു 100 വർഷം പിന്നിലുള്ള ജനതയെക്കുറിച്ച് പറഞ്ഞാൽ അവർ ഇതൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. സ്കാനിങ്ങിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ സർവത്ര കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാകും. എന്തൊരതിശയം! വന്നിട്ടുള്ള പോരായ്മകൾക്ക് നാം ചികിത്സയും എടുക്കുന്നു. ഇത് നമ്മുടെ ഭൗതിക ശരീരത്തിൻ്റെ കാര്യം. ഇനി ആത്മീയ ശരീരം എടുക്കൂ. 1 കൊരിന്ത്യർ 15:44 പറയുന്നത് ഭൗമിക ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ ആത്മീക ശരീരത്തിൻ്റെ സ്കാനിംഗ് നടത്തുന്ന കാര്യം ആലോചിക്കൂ. ജെറമ്യ 16:17 കേൾക്കുക. എന്തുകൊണ്ടെന്നാൽ അവരുടെ എല്ലാ വഴികളിലേക്കും എൻ്റെ കണ്ണു പതിഞ്ഞിരിക്കുന്നു. അവർ എനിക്ക് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ അകൃത്യം എൻ്റെ കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കുന്നുമില്ല. നാം എന്ത് പൊതിഞ്ഞു സൂക്ഷിച്ച് മറച്ചു വെച്ചാലും ദൈവത്തിൻ്റെ സ്കാനിങ്ങിൽ എല്ലാം വെളിപ്പെടും. എത്ര കപടഭാവത്തോടെ പെരുമാറിയാലും സ്കാനിംഗ് റിപ്പോർട്ട് അതെല്ലാം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഉദാഹരണത്തിന്, അതീവ രഹസ്യമായി നാം ആരെയെങ്കിലും പറ്റിച്ചു എന്നിരിക്കട്ടെ. ഒരു തരത്തിലും മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത വിധത്തിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ചെയ്തത് തെറ്റാണെന്ന് നല്ല ബോധ്യമുണ്ടായിട്ടും മാന്യനായി കൈകൾ കഴുകി ദൈവസന്നിധി നിൽക്കുന്നു. അതിനിടയിൽ ഇതിൻ്റെ പരിഹാരമെന്നോണം കുറേയേറെ സൽപ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ കൺമുമ്പിൽ ഒരു പൊടിയിടൽ. പക്ഷേ ഇതൊന്നും വില പോകില്ല. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്കാനിങ്ങിൽ ആത്മാവിൻ്റെ ട്യൂമറും ക്യാൻസറും എല്ലാം പുറത്തു വരിക തന്നെ ചെയ്യും. ദാവീദിൻ്റെ കാര്യമെടുക്കൂ. ഇത്രമേൽ ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചവൻ, അഭിഷേകം കിട്ടിയവൻ, ദൈവത്തെ രുചിച്ചറിഞ്ഞവൻ, നമ്മോട് രുചിച്ചറിയാൻ ആവശ്യപ്പെട്ടവൻ. ആത്മാവിൽ ക്യാൻസർ ബാധിച്ചു. ഊരിയാവിനെ കൊന്ന് ബത്സബയെ സ്വന്തമാക്കി കണ്ണുമടച്ച് രാജ്യഭരണവും നടത്തി. അങ്ങനെ ഒന്നും അറിയാത്തവനെ പോലെ നീങ്ങുകയാണ്. എന്നാൽ ദൈവം വിടുമോ? നല്ലൊരു സ്കാനിംഗ് നടത്തി റിപ്പോർട്ടുമായി നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുത്തേക്ക് വിട്ടു. പക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോഴും ദാവീദ് കണ്ണടച്ചില്ല. ആ റിപ്പോർട്ട് കണ്ടപ്പോൾ കണ്ണു തുറന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും മറയ്ക്കാനാകില്ലെന്ന് മനസ്സിലാക്കി അനുതപിച്ചു. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ട്രീറ്റ്മെൻറ്റിന് തയ്യാറായി. സഹോദരങ്ങളെ, നമ്മിൽ പലരുടെയും അവസ്ഥ ഇതിൽ നിന്നൊന്നും വ്യത്യസ്തമല്ല. പല രഹസ്യ പാപങ്ങളും ചെയ്ത് ദാവീദിനെ പോലെ ഒന്നും അറിയാത്തവരായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആരെങ്കിലും നാഥാൻ പ്രവാചകന്മാരായി വന്നാൽ നമ്മുടെ ഭാവം മാറും. ദാവീദിനെ പോലെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പൂർണ്ണമായി മുട്ടുമടക്കാൻ നാം തയ്യാറാണോ? ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ റിസൾട്ട് ആത്മശരീരത്തിൻ്റെ നിത്യമരണമായിരിക്കും. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന സ്കാനിങ്ങിൽ നമുക്ക് പാപബോധം വരും. അനുദപിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കൽപ്പനകൾ അനുസരിച്ചാൽ നിത്യമായ മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അപ്പോസ്തലപ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാം, നിത്യജീവൻ നേടാം, സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിക്കാം. ദൈവം ഒരു മനുഷ്യനെ എങ്ങനെ അളക്കുന്നുവെന്ന് 1 സാമുവേൽ 16:7 പറയുന്നു. കേൾക്കൂ. യഹോവ ശമൂവേലിനോട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. നമുക്ക് ദൈവത്തിൽ നിന്ന് ഓടിയൊളിക്കാനാകില്ല, കബളിപ്പിക്കാനാകില്ല. ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളെ സ്കാൻ ചെയ്യാനാകും. സങ്കീർത്തനം 51:10 ദാവീദ് നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുദപിച്ച് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി ദാവീദ് മാറി. ദൈവത്തിൻ്റെ സ്വന്തം ഹൃദയത്തെ പിന്തുടരുന്ന ഒരു വ്യക്തി എന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതം കർത്താവുമായി യോജിച്ചതാണെന്നാണ് ഇതിനർത്ഥം. കർത്താവിന് പ്രധാനമായത് നമുക്ക് പ്രധാനമാകണം. കർത്താവിന് ഭാരമുള്ളത് നമുക്ക് ഭാരമുള്ളതാകണം. വലത്തോട്ട് പോകുക എന്ന് പറയുമ്പോൾ വലത്തോട്ട് പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ നിർത്തുക എന്ന് പറയുമ്പോൾ അത് നിർത്തുക. ഇത് തെറ്റാണ്, നിങ്ങൾ
മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അവിടുന്ന് പറയുമ്പോൾ ദൈവത്തോട് ചേർന്നുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ അതിനോട് പൊരുത്തപ്പെടുന്നു. ജനങ്ങളിൽ ഒരു നല്ല മതിപ്പുണ്ടാക്കുന്ന ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആ മതിപ്പ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വ്യാജമാകാനിടയുണ്ട്. 2 ദിനവൃത്താന്തം 16:9 ദൈവത്തിൻ്റെ കണ്ണ് ഭൂമിയിലുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. 51-ാം സങ്കീർത്തനം വായിക്കുക. നാഥാൻ പ്രവാചകനാൽ പാപബോധം വന്ന ദാവീദിൻ്റെ പ്രാർത്ഥനയാണത്. നമുക്കും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സല്ലയോ? തകർന്നു നുറുങ്ങിയിരിക്കുമെന്ന ഹൃദയത്തെ ദൈവമേ അവിടുന്ന് നിരസിക്കുകയില്ല. ഞാൻ നിർമ്മലനാകേണ്ടതിന് എൻ്റെ പാപങ്ങളെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെണ്മയാകേണ്ടതിന് എന്നെ കഴുകണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരതയുള്ള ഒരാത്മാവ് എന്നിൽ പുതുക്കണമേ. ദാവീദിൻ്റെ പാപങ്ങൾ ക്ഷമിച്ച ദൈവം നമ്മുടെ പാപങ്ങളും ക്ഷമിക്കാതിരിക്കില്ല. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.